ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 2. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മചര്യദൃഢദാദിഭിര്യമൈപ്ലവാദിനിയമൈച്ച പാവിതാ കുർമഖേ ദൃഢമമേ സുഖാസനം പങ്കജാദ്യമഭിവാ ഭവത്പരാ. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാനെ ഉപാസനം ചെയ്യണമെങ്കിൽ, ഭഗവാനെ ഭജിക്കണമെങ്കിൽ ആരോഗ്യം വേണം. എനിക്ക് ഇവിടെ ഇരുന്ന് ഭഗവാനെ ഭജിക്കുവാൻ വേണ്ട ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ അമീ ഭവത്പര, ഈ അടിയങ്ങൾ അങ്ങേ തന്നെ ആശ്രയിച്ചവരായി ബ്രഹ്മചര്യ ദൃഢദാദിഭി, ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും ആപ്ലവാദി നിയമൈ, സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും, ആപ്ലവാദി നിയമൈ ച മുതലായ നിയമങ്ങളാലും പാവിത പരിശുദ്ധരായിട്ട് സുഖാസനം അഭിവ, സുഖാസനമോ പത്മാസനം, സ്വസ്തികാസനം മുതലായ ആസനങ്ങളോ ഏതെങ്കിലും ഒന്ന് ദൃഢാം കുർമഹേ, അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാം. യമം, നിയമം, ആസനം, ഈ 3 യോഗാംഗങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്ന ജനങ്ങൾ ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള യമങ്ങളാലും സ്നാനാദികളായിട്ടുള്ള നിയമങ്ങളാലും പരിശുദ്ധരായി സുഖാസനത്തിലോ പത്മാസനത്തിലോ ഉറപ്പിച്ചിരുന്ന് ഈ യോഗ സാധന ചെയ്യാം എന്നിവിടെ പറയണം. അപ്പം അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്തു കൊള്ളാം. യമം, നിയമം, ആസനം എന്നീ അംഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഹിംസ, സത്യം, അസ്തേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കൽ, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ദാനം വാങ്ങാതിരിക്കൽ, ഇവയാണ് യമങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ അഥവാ മഹാവ്രതങ്ങൾ. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം, ഇവയാണ് നിയമങ്ങൾ. ഇവിടെ യമങ്ങൾ നിഷേധങ്ങളും നിയമങ്ങൾ വിധികളുമാണ്. യാതൊരു ജീവജാലങ്ങളെയും മനസ്സാ വാചാ കർമ്മണ ഉപദ്രവിക്കാതിരിക്കുക, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സത്യത്തെ മുറുകെ പിടിക്കുക, അർഹിക്കാത്തതിലൊന്നിലും ആശ വയ്ക്കാതിരിക്കുക, ഭൗതിക സുഖങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രം ഉപയോഗിക്കുക, അതിന് മനസ്സിനെ പാകപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഈ 2 ഇതിലായിട്ടും പറയുകയാണ്. ദൈനംദിന ജീവിതത്തിൽ സന്തോഷവാനായിട്ടും ശാന്തനായിട്ടും ഇരിക്കുവാൻ
എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്താൽ ഇവിടെ സന്തോഷവും തപസ്സുമായി. നല്ല പുസ്തകം വായന, മുതിർന്നവരിൽ നിന്ന് നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുക, അത് മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് സ്വാധ്യായമായി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യമം നിയമം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളിൽ വരുന്ന ഓരോ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണത്. സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനും മനസ്സിനെ പരിശുദ്ധമാക്കാനും ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കാനും ഉള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ഓരോന്നിലായിട്ട് പറയുന്നതായിരിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.